ഈ പഠനത്തിൽ ശമരിയ സ്ത്രീ കർത്താവിനോട്, കർത്താവ് ഒരു പ്രവാചകനാണ്, തന്നോട് സംസാരിക്കുന്നയാൾ ഒരു പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൾ കൂടുതൽ ആത്മീയ സത്യങ്ങൾ അറിയാനുള്ള അഭിവാഞ്ചയോടെ കർത്താവിനോട് സംസാരിക്കുന്നതാണ് ഈ 21 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. 24 വരെയുള്ള വാക്യങ്ങളിൽ ആരാധനയെ സംബന്ധിച്ചാണ് അവൾ സംസാരിക്കുന്നത്. ചിലരെങ്കിലും തങ്ങളുടെ പ്രഭാഷണത്തിലും പഠനത്തിലും ആ സ്ത്രീ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിനക്കെന്താ എൻ്റെ കാര്യത്തിൽ ഏർപ്പെടേണ്ട ആവശ്യം, അതുകൊണ്ട് കർത്താവിൻ്റെ ഈ അവളോട് നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ അവലംബിച്ച ഒരു തന്ത്രമാണ്, ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു, നിനക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ആത്മീയ കാര്യത്തിൽ ഏർപ്പെടേണ്ട ആവശ്യമില്ല എന്ന അർത്ഥത്തിൽ അവൾ സംസാരിച്ചു എന്ന് ചിലര് വ്യാഖ്യാനിക്കാറുണ്ട്. അത് പക്ഷേ ശരിയായിരിക്കില്ല. കാരണം തുടർന്നുള്ള അവളുടെ സംഭാഷണത്തിൽ അങ്ങനെ ഒരു രക്ഷപ്പെടലിന്റെ ഒരു എസ്കേപ്പിസം, ഒഴിഞ്ഞുമാറൽ അല്ല അവൾ അവിടെ നടത്തിയിരിക്കുന്നത് എന്ന് നമ്മൾക്ക് തുടർന്നുള്ള സംഭാഷണത്തിലും വേദഭാഗത്തിൽ നിന്നും അത് വ്യക്തമാകും. അപ്പോൾ ഈ സംഭാഷണത്തില് ആരാധനാ സംബന്ധമായിട്ടുള്ള, ഞാൻ പറഞ്ഞു, 5 പ്രധാനപ്പെട്ട ഉപദേശ സത്യങ്ങൾ, 5 ഡോക്ട്രിനൽ ട്രൂത്ത്സ് ഉണ്ട്. അത് ഓരോന്നും കർത്താവ് പറയുന്നത് ഇവരുടെ ശമരിയരുടെ പഴയ വ്യാജ ആരാധന, പിന്നെ യഹൂദന്മാരുടെ സത്യ ആരാധന, ഇത് രണ്ടുമല്ലാതെ പുതിയ നിയമം വിവക്ഷിക്കുന്ന, പഴയ നിയമം വെച്ച് യഹൂദന്മാർ സത്യാരാധനയായി കണക്കാക്കുന്ന ആരാധന, അതാണ് രണ്ടാമത്തെ. എന്നാൽ യഥാർത്ഥ ആരാധന എന്താണ്? സത്യ നമസ്കാരം, ട്രൂ വർഷിപ്പ്, യഥാർത്ഥ ആരാധന എന്താണ് എന്ന് ഈ 5 കാര്യങ്ങളിൽ കർത്താവ് വ്യക്തമാക്കുന്നു. ഈ 5 വിഷയങ്ങളിലും അത് കർത്താവ് പ്രതിപാദിക്കുന്നു. അതിൽ ഒന്നാമത്തെ വിഷയമാണ് നമ്മൾ ഒടുവിൽ ചിന്തിച്ചത്. ആര് ആരാധിക്കണം എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ആദ്യം നമ്മൾ കാണുന്നത്. എന്താ അവള് പറയുന്നത്? ഞങ്ങൾ ആരാധിക്കുന്നു എന്നാ പറയുന്നത്. ഞങ്ങൾ ആരാധിക്കുന്നു, നിങ്ങൾ ആരാധിക്കുന്നു, രണ്ടായിട്ട് തിരിച്ച് ആണ് അവിടുത്തെ സംഭാഷണം പുരോഗമിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആരാധന, അതിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു വ്യക്തമാക്കി, അവരുടെ ആരാധന ശരിയായ ആരാധനയല്ല. കാരണം അവരൊരു മിശ്രവർഗമാണ്. ശമര്യർ എന്ന് പറയുന്നത് ഇസ്രായേല്യരും ശമര്യരും കൂടെ, അഥവാ അശൂർക്കാരും കൂടെ ഇടകലർന്നുണ്ടായ ഒരു സങ്കരജാതിയാണ്. ദൈവം ഒരിക്കലും അങ്ങനെയുള്ളവരുടെ ആരാധന സ്വീകരിക്കുന്നില്ല. നമ്മൾ ഈ പഠനത്തിന്റെ ആരംഭത്തിൽ അത് വിശദമായിട്ട് ചിന്തിച്ചതാണ്. ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ വിട്ടുള്ള വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടവരാണ് ഇവർ. ഇണയില്ല പിണ കൂടിയവരാണ്. നിങ്ങൾ ജാതികളുടെ വഴി പഠിക്കരുതെന്നും ജാതികളിൽ നിന്ന് നിങ്ങളുടെ പുത്രിമാർക്ക് ഭർത്താക്കന്മാരെയും നിങ്ങളുടെ പുത്രന്മാർക്ക് ഭാര്യമാരെയും എടുക്കരുത് എന്നുള്ളത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. അതവർ ലംഘിച്ചു. അങ്ങനെ മിശ്ര ബന്ധത്തിലുണ്ടായ ഒരു ജാതിയാണ്, സമ്മിശ്ര ജാതിയാണ് ഈ ശമര്യം. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ആരാധന തെറ്റാണ്. അതിന്റെ കാരണം നിങ്ങൾ ദൈവത്തിന്റെ വ്യവസ്ഥ ലംഘിച്ചവരാണ്. രണ്ടാമത്, ഈ സ്ത്രീ കർത്താവിനോട് വ്യക്തമാക്കുകയാണ്, നിങ്ങൾ ആരാധിക്കുന്നവരാണ്. അതിനെക്കുറിച്ചാണ് കർത്താവ് രണ്ടാമത് പറയുന്നത്. പഴയ നിയമത്തില് ഇസ്രായേൽ ജനം അഥവാ യഹൂദ ജാതി ആരാധിച്ച ആരാധന, ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ
6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടു. ഞാൻ അത് വിശദമായിട്ട് പറയുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട്. ഭൂതലത്തിലുള്ള സകല ജാതികളിൽ നിന്നും എണ്ണത്തിൽ പെരുപ്പമായതുകൊണ്ടല്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുകൊണ്ട് ഞാൻ നിങ്ങളെ വേർതിരിച്ചു. നിങ്ങൾ എനിക്കൊരു വിശുദ്ധ ജനമായിരിക്കുവാൻ ഞാൻ നിങ്ങളെ വേർതിരിച്ചു. അങ്ങനെ നിങ്ങൾ ഒരു വിശുദ്ധ ജനമായി എന്നെ ആരാധിക്കുവാൻ സമർപ്പിതരായ ജനമാണ്. അതാണ് കർത്താവ് ശമരിയക്കാരിയോട് പറയുന്നത്. എന്നാൽ ഇവരോട് ചേർന്ന് ശമരിയക്കാർ ആരാധിക്കാൻ ശ്രമിച്ച ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവര് ആരാണ്? ശമര്യരാണ്. അത് ഏസർ ഹദോന്റെ കാലത്ത് അശൂർ രാജാവായ ഏസർ ഹദോന്റെ കാലത്ത് അവിടെ കൊണ്ട് പാർപ്പിച്ച ജനമാണിത്. അവര് പറഞ്ഞു, ഞങ്ങളും നിങ്ങളുടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത്. എസ്രായും ശെരുബാബേലൊക്കെ വന്നു ദൈവാലയം പണിയാൻ തുടങ്ങിയപ്പോൾ, അതുകൊണ്ട് ഞങ്ങളും നിങ്ങളുടെ കൂടെ ആരാധിക്കാൻ പോവുക, ഞങ്ങളും നിങ്ങളുടെ കൂടെ യാഗമർപ്പിക്കാൻ പോവുക, ഞങ്ങളും നിങ്ങളുടെ കൂടെ ദൈവാലയം പണിയാൻ പോവുകയാണ്. അപ്പോഴാണ് ശെരുബാബേലും കൂട്ടരും പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുമായിട്ട് യാതൊരു ഓഹരിയുമില്ല. ഇതാണ് പഴയ നിയമ വിശ്വാസാടിസ്ഥാനത്തിലുള്ള സത്യാരാധന. വേറെ ജാതിയുമായി ചേർന്ന് യഹൂദൻ ആരാധിക്കാൻ വ്യവസ്ഥയില്ല. അത് കർത്താവ് വ്യക്തമാക്കുകയാണ്. ഈ കാര്യം കർത്താവ് പറഞ്ഞിട്ട് പറഞ്ഞു, ആരാണ് സത്യത്തിൽ ആരാധിക്കേണ്ടത്? ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് ഈ സ്ത്രീ പറയുന്നു. നിങ്ങൾ യെരൂശലേമിൽ ആരാധിക്കുന്നു, നിങ്ങൾ ആരാധിക്കുന്നു. ഇത് രണ്ടും കർത്താവ് അവഗണിച്ചിട്ട് അതിൻ്റെ രണ്ടും കാര്യങ്ങൾ കർത്താവ് വ്യക്തമാക്കിയിട്ട് കർത്താവ് പറയുകയാണ്, ശരിക്കും ഉള്ള ആരാധന. ഞാൻ ഈ പറയുന്നത് അടിവരയിട്ട് നോട്ട് എഴുതുമ്പോൾ അത് എഴുതേണ്ടത് ആരാണ് വാസ്തവത്തിൽ ആരാധിക്കേണ്ടത്. കർത്താവ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. 23-ാം വാക്യം, അതിൽ 2 കാര്യങ്ങൾ കർത്താവ് പറയുന്നു. ആര് ആരാധിക്കണം? ഹൂ വർഷിപ്സ്? ആരാണ് ആരാധിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരമായി ശരിക്കും ഉള്ള ശരിയായ ഉത്തരം, ആരാണ് ആരാധിക്കേണ്ടത് എന്നതിൻ്റെ ശരിയായ ഉത്തരം കർത്താവ് അവിടെ 2 വാക്കുകളിൽ വ്യക്തമാക്കുന്നു. ആ 2 വാക്കുകൾ സൂക്ഷ്മമായി നമ്മൾക്കൊന്ന് നോക്കാം. 23-ാം വാക്യം എന്താ? സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടത് ആരാണ്? ആ വാക്യം ഒന്ന്, കർത്താവ് പറഞ്ഞ വചനം ഒന്ന് സൂക്ഷിച്ചു നോക്കി. 2 മറുപടികൾ അവിടെ ഉണ്ട്. ഒന്ന്, സത്യ നമസ്കാരികൾ. ഈ മലയാളം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബൈബിളിൽ ഈ ഭാഗത്ത് ഈ ആരാധന എന്ന് വരേണ്ടിടത്തല്ല കേട്ടോ. 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഇംഗ്ലീഷിൽ വർഷിപ്പ് എന്ന് വന്നിരിക്കുന്ന ഭാഗങ്ങൾ മുഴുവനും നമസ്കാരം എന്നുള്ള വാക്ക്, നമസ്കരിക്കുക എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ നമസ്കാരമല്ല അവിടെ വരേണ്ടത്, ആരാധന എന്നുള്ള വാക്കാണ് വരേണ്ടത്. ആ 23-ാം വാക്യം, ആ വാക്ക് ചേർത്ത് ഒന്ന് നോക്കിക്കാട്ടെ. സത്യ നമസ്കാരികൾ എന്നുള്ളിടത്ത് എങ്ങനെ ചേർക്കണം? ട്രൂ വർഷിപ്പേഴ്സ്. സത്യ ആരാധനക്കാരാണ്. സത്യ ആരാധനക്കാർ. ദൈവത്തിന് വേണ്ടത് ഒന്നാമത്തെ മറുപടി ഇതാണ്. ആരാണ് ആരാധിക്കേണ്ടത്? സത്യ നമസ്കാരികൾ ആരാധിക്കണം കേട്ടോ. എല്ലാവരുടെയും ആരാധന സ്വർഗത്തിലെ ദൈവം സ്വീകരിക്കുന്നില്ല.
നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റായ ഒരു ധാരണ ക്രൈസ്തവ ഗോളത്തിലാകെ നിലനിൽക്കുന്നുണ്ട്. എല്ലാ സഭാവിഭാഗങ്ങൾക്കും ആരാധനയുണ്ട്, എല്ലാ സഭാവിഭാഗങ്ങൾക്കും ആരാധന. പക്ഷേ എത്ര പേര് സത്യ ആരാധന ഏതാണെന്നറിഞ്ഞ് ഒരു സത്യ ആരാധകനായി ദൈവത്തെ ആരാധിക്കുന്നുണ്ട്? ഇവിടെയാണ് വിഷയം. ഞാൻ വളരെ ഗൗരവമായിട്ട് ഈ വിഷയം പറയാൻ ആഗ്രഹിക്കുക. എല്ലാവരുടെയും ആരാധന ദൈവം സ്വീകരിക്കുന്നില്ല. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നമുക്കും അറിയാം, ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവർക്ക് തന്നെ അറിയാം, ഓർമ്മയായ കാലം മുതൽ ആരാധിക്കുക. രക്ഷിക്കപ്പെട്ടോ, വീണ്ടും ജനിച്ചോ, സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തിയോ, ദൈവകൃപയിലേക്ക് വന്നോ, പാപമോചനം പ്രാപിച്ചോ, ഇതൊന്നും വിഷയമല്ല. ഓർമ്മയായപ്പോൾ മുതൽ, തിരിച്ചറിവായപ്പോൾ മുതൽ അങ്ങ് ആരാധിക്കുകയാണ്. ഈ ആരാധന എല്ലാം ദൈവം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഒട്ടുമിക്ക ആളുകളുടെയും ധാരണ. ഇല്ല കേട്ടോ, വ്യക്തമായി ഞാൻ പറയാം, ട്രൂ വർഷിപ്പേഴ്സിന്റെ ആരാധന മാത്രമേ, സത്യ നമസ്കാരികളുടെ ആരാധന മാത്രമേ, സത്യ ആരാധനക്കാരുടെ ആരാധന മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ. ഞാൻ വ്യക്തമായി ശക്തമായിട്ട് പറയട്ടെ, കർത്താവ് വരാൻ പോവുകയാണ്. ദൈവസഭയെ കർത്താവ് ചേർക്കാൻ പോവുകയാണ്. വളരെ വ്യക്തമായി ഒരു ആത്മപരിശോധന നടത്തി, ഞാൻ രക്ഷിക്കപ്പെട്ട പാപമോചനം പ്രാപിച്ച് ശരിക്കും വിശുദ്ധ ജീവിതം നയിച്ചിട്ട് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണോ എന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഇത്ര കാലം ആരാധിച്ചതും വൃഥാവായി പോകുകയാണ്. ഞാൻ അടുത്ത ഉത്തരത്തിലേക്ക് വരട്ടെ. ഒന്ന്, ആരാധിക്കണം എന്നുള്ള ചോദ്യത്തിന് കർത്താവ് നൽകുന്ന ആദ്യത്തെ മറുപടി ട്രൂ വർഷിപ്പേഴ്സ് അഥവാ സത്യ നമസ്കാരികൾ ആരാധിക്കും. ഇനി ആരാണ് ഈ സത്യ നമസ്കാരികൾ? ആ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഉത്തരം ആ വാക്യത്തിൽ തന്നെ ഉണ്ട്, 23-ാം വാക്യത്തിൽ തന്നെ ഉണ്ട്. എന്താ? സത്യ നമസ്കാരികൾ ആരെയാ? പിതാവിനെ പിതാവിനെ. ഇവിടെ ഒരു ഉത്തരമില്ലേ? ആരാധിക്കണം എന്ന ചോദ്യത്തിന് ഈ പ്രയോഗത്തിൽ, ഈ നാമശബ്ദത്തിൽ, പിതാവ് എന്ന നാമശബ്ദത്തിൽ ഒരു ഉത്തരമില്ലേ? ഉണ്ട്. എന്താ അത്? ആരാധിക്കേണ്ടത്? മക്കളാ ആരാധിക്കേണ്ടത്. പിതാവേ എന്ന് വിളിക്കാൻ അർഹത നേടിയവര് മാത്രമേ ആരാധിക്കാവുള്ളൂ. യേശുക്രിസ്തു വ്യക്തമാക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ബൈബിളിലെ ഒരു വാക്ക് പോലും വെറുതെ കളയാനുള്ളതല്ല. അതിന്റെ കാരണം, വേദപുസ്തകത്തിൽ സ്പേസ് വെറുതെ കളഞ്ഞിട്ടില്ല, കളയാൻ പറ്റത്തില്ല. ഇത് ദൈവത്തിൽ തിരുവെഴുത്താണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ഓരോ വാക്കിനും അതിൻ്റെതായ തൂക്കവും അതിൻ്റെതായ മഹത്വവുമുണ്ട്. ഓർക്കണം, പിതാവിനെയാണ് ആരാധിക്കേണ്ടത്. ഞാൻ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ പോയാൽ ആരാ പ്രാർത്ഥിക്കേണ്ടത്? ആ ചോദ്യത്തിന്റെ ഉത്തരം കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എന്താ തുടക്കം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പൊ ആരാ പ്രാർത്ഥിക്കേണ്ടത്? പിതാവെന്ന് വിളിക്കാനുള്ള അർഹതയുള്ള മക്കളാണ് പ്രാർത്ഥിക്കേണ്ടത്. പുത്രത്വം പ്രാപിച്ചവരാണ് പ്രാർത്ഥിക്കേണ്ടത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ സാധിക്കുന്ന പുത്രത്വത്തിലേക്ക് വന്നവർക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ അനുവാദമുള്ളൂ. ആർക്കും പ്രാർത്ഥിക്കാം, പക്ഷെ ദൈവം കേൾക്കുന്നത് മക്കളായി തീർന്നവരുടെ അഥവാ പുത്രത്വത്തിലേക്ക് വന്നവരുടെ പ്രാർത്ഥനയാണ്. ഇവിടെ യേശു കർത്താവ് വ്യക്തമാക്കുകയാണ്,
ശമര്യരുടെ ആരാധന, യഹൂദന്മാരുടെ ആരാധന. ശമര്യർ ആരാധിക്കുന്നുണ്ട്. ആ സ്ത്രീ പറയാണ് ഞങ്ങൾ ആരാധിക്കുന്നു. അവള് പിന്നെ യേശു കർത്താവിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാണ് നിങ്ങളും ആരാധിക്കണം, നിങ്ങൾ ആ മലയിൽ ആരാധിക്കും, നിങ്ങളും ആരാധിക്കുന്നുണ്ട്. കർത്താവ് പറയാണ് നിന്റെയും എന്റെയും അഥവാ നിന്റെയും ഞങ്ങളുടെയും ആരാധനയല്ല. ഒരാളുടെ ശരിയായിട്ടുള്ള ആരാധന എന്ന് പറയുന്നത് സത്യനമസ്കാരകൻ ആയിരിക്കണം, സത്യനമസ്കാരി ആയിരിക്കണം. 2, പിതാവേ എന്ന് എൻ്റെ അപ്പ എന്ന് വിളിച്ച് ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ പദവി നേടിയവരും മാത്രമേ ആരാധിക്കുവാൻ അനുവാദം ഉള്ളൂ. ഇത് തിരുവെഴുത്ത് നമ്മളെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നോക്കുക, യെരുശലേമിലുള്ളവരാകട്ടെ ശമര്യയിലുള്ളവരാകട്ടെ ഭൂമിയുടെ ഏതതിരിലുള്ളവരാകട്ടെ ആരായാലും ആരാധകൻ സത്യനമസ്കാരി ആയിരിക്കണം. ആരാധകൻ ദൈവത്തിന്റെ മകനായി ദൈവത്തിന്റെ മകളായി തീർന്നവൾ ആയിരിക്കണം. ഇന്ന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശു കർത്താവ് ആരാധനാ സംബന്ധമായി ആദ്യം വെളിപ്പെടുത്തുന്ന കാര്യം ആരാണ് ആരാധിക്കേണ്ടത്. ആത്മപരിശോധനയ്ക്കുള്ള ഒരു സമയമാണ് ഇത്. ഇനി രണ്ടാമത്, ഈ ഭാഗത്ത് നിന്ന് ഇവരുടെ സംഭാഷണത്തിൽ വെളിപ്പെട്ടു വരുന്ന രണ്ടാമത്തെ ആരാധനാബന്ധിയായ സത്യം, എവിടെയാണ് ആരാധിക്കേണ്ടത്? ശമരിയ സ്ത്രീ, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്, ശമരിയക്കാരി കർത്താവിനോട് പറയുകയാണ്, നോക്കണം, തെറ്റായ ആരാധന, പഴയ തെറ്റായ ശമര്യരുടെ പഴയ തെറ്റായ ആരാധന, ഓൾഡ് ഫോൾസ് വർഷിപ്പ്, പഴയ തെറ്റായ അഥവാ വ്യാജ ആരാധന. അവള് പറയുന്നത്, നോക്കണം, ഈ മലയിൽ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്ന സ്ഥലം അവള് പറയുക. കേൾക്കണേ എല്ലാവരും, വളരെ ഈ ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. വളരെ ശ്രദ്ധിച്ച് ഓരോ പദങ്ങളും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീടത്തെ സംഭാഷണത്തിൽ അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ സ്ത്രീ പറയുന്നു, ഈ മലയിൽ ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിക്കുന്നു. അടുത്ത വചനം ഒന്ന് നോക്കിയേ, ബൈബിളില് ആ വാക്യം ഒന്ന് നോക്കിയേ. അവള് പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു. വായിച്ചോട്ട് പാസ്റ്ററെ. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിലാകുന്നുവെന്ന് നിങ്ങൾ കണ്ടോ? ആ വാക്കിന് ഇൻവെർട്ടഡ് കോമാസിലാക്കണോ? അത് നമസ്കരിക്കേണ്ട സ്ഥലം. അവിടെ പറയുന്ന വാക്ക് കണ്ടോ? നമസ്കരിക്കേണ്ട സ്ഥലം അഥവാ ആരാധിക്കേണ്ട സ്ഥലം, the place where men ought to worship. മനുഷ്യൻ ആരാധിക്കേണ്ട സ്ഥലം. ഇതാണ് അടുത്ത വിഷയം. ഇവിടെ കർത്താവ് ആ സ്ത്രീയുമായിട്ട് സംഭാഷിക്കുമ്പോൾ അവൾ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിക്കുന്നു. ഈ മല ഏതാണ്? അതെ. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ആവർത്തന പുസ്തകം 12-ാം അധ്യായം ഒക്കെ അത് വ്യക്തമാക്കുന്നുണ്ട്. ഈ മല എന്ന് ശമര്യർ പറഞ്ഞത്, വിശ്വസിച്ചത് ഏതാണ്? ഗെരിശീം മലയാണ്. അബാനിം മല മുകളിൽ നിന്ന് ദൈവം പറഞ്ഞത് എന്താ? ശാപമാണ്. ഏബാൽ മലയിൽ നിന്ന് ദൈവം ശാപമാണ് പറഞ്ഞത്. ഗെരിശീം മലയിൽ നിന്ന് അനുഗ്രഹമാണ് പറഞ്ഞത്.
അപ്പോൾ എവിടെ ആരാധിക്കേണ്ടത്? ശാപം പറഞ്ഞ ഏബാൽ മലയിലാണോ അനുഗ്രഹം പറഞ്ഞ ഗെരിശീം മലയിലാണോ ആരാധിക്കുന്നത്? അവര് പറഞ്ഞു, അവള് പറയാണ്, ഞങ്ങളുടെ ആരാധനാ സ്ഥലം ശരി, ഞങ്ങളുടെ ആരാധനാ സ്ഥലമാണ് ശരി. കാര്യം ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവം അനുഗ്രഹം പറയാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഗെരിശീം മലയിലാണ് ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ആരാധിക്കും. ഞങ്ങളുടെ പിതാക്കന്മാർ തലമുറ തലമുറകളായി ഞങ്ങൾ ആരാധിച്ചു വരുന്നത് ഈ മലയിലാണ്. ഞാന് അടുത്ത ആശയത്തിലേക്ക് വരുമ്പോ സംഗതി കുറെ കൂടെ വ്യക്തമാകും. ഈ കാര്യം അവൾ പറയുന്നത് ഗെരിശീം മലയിലാണ് ആരാധിക്കേണ്ടത്. അവൾ ആ കാര്യം പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? അവരുടെ വിശ്വാസം അനുസരിച്ച് യെരൂശലേം എന്ന് പറയുന്നത് ശാപം ചൊരിഞ്ഞ സ്ഥലമാണ്. അവിടെ നോക്കണം, ആ സ്ത്രീ പറയുന്ന വാചകം യെരൂശലേമിക്ക് നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ആരാധനയ്ക്കുള്ള രണ്ട് സ്ഥലങ്ങൾ, ശമര്യർ ആരാധിക്കുന്ന സ്ഥലം ഒന്ന്, അത് ഗെരിശീം മലയിലാണ്. ഇനിയും അവള് തന്നെ പറയുകയാണ്, നിങ്ങൾ എവിടെ ആരാധിക്കുന്നത്? ആരാധിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. കർത്താവ് അവൾ പറഞ്ഞതിനെ നിഷേധിക്കുന്നില്ല. യെരൂശലേം ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥലമാണ്. ഞാന് ഈ രണ്ടാമത്തെ ആശയത്തിലേക്ക് വരുന്നതിന് മുമ്പ് പറയട്ടെ, യഥാർത്ഥത്തിൽ സത്യത്തിലുള്ള പഴയ ആരാധന, ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് പഴയ വ്യാജാരാധന, പഴയ സത്യാരാധന അഥവാ പഴയ നിയമത്തിൽ പറയുന്ന യഹൂദ വിശ്വാസം അനുസരിച്ചുള്ള സത്യ ആരാധന ഈ സ്ത്രീക്ക് പരിചിതമല്ല. ശമരിയക്കാരിക്ക് പരിചയമില്ല, അവൾക്കറിയത്തില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഒരു വചനം നമുക്ക് നോക്കാം. 78-ാം സങ്കീർത്തനം 68-ാമത്തെ വാക്യം. 78-ാം സങ്കീർത്തനം 68-ാമത്തെ വാക്യം വചനം. അവൻ യഹൂദാ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു. കണ്ടോ? ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ് സിയോൻ പർവ്വതം. ഇത് ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ്. ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വെച്ച് ഈ സ്ത്രീ ഗെരിശീം മലയാണ് ആരാധിക്കേണ്ട സ്ഥലം. കാരണം എന്താ? അവൾക്ക് ഉൽപ്പത്തി മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള 5 പുസ്തകങ്ങളിലെ ന്യായപ്രമാണ വ്യവസ്ഥയെ അറിയത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്തതും ദൈവം കൊടുത്ത പ്രമാണങ്ങളും ദൈവം വെച്ച വ്യവസ്ഥകളും ഈ സ്ത്രീക്ക് അറിഞ്ഞുകൂടാ. ദൈവം തെരഞ്ഞെടുത്ത സ്ഥലം ഏതാണ്? ആസാപ്പ് പറയുകയാണ് 78-ാം സങ്കീർത്തനത്തിൽ, ദൈവത്തെ ആരാധിക്കാൻ ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. ഇനി നോക്കണം, ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ, ആ വാക്യം കൂടെ നമുക്ക് പെട്ടെന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും വെച്ച് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരുനിവാസ ദർശനത്തിനായി ചെല്ലണം. തിരുനിവാസ ദർശനത്തിന് വേണ്ടി ഒരു വിശ്വാസി, ന്യായപ്രമാണ വിശ്വാസി, ദൈവം തിരഞ്ഞെടുത്ത ഒരു ഇസ്രായേല്യൻ ചെല്ലേണ്ടത് എവിടെയാണ്? ദൈവം തന്റെ നാമം സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് ചെല്ലണം. അതേതാണ്?
ദൈവം തൻ്റെ നാമം സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുത്ത സ്ഥലം യെരൂശലേമാണ്. ഈ സ്ത്രീ അത് മനസ്സിലാക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവൾക്ക് പ്രവാചക കാലഘട്ടത്തിലും സങ്കീർത്തന കാലഘട്ടത്തിലും ദൈവിക തിരുവഴുത്തിൽ വെളിപ്പെടുത്തപ്പെട്ട കാര്യം അവൾക്ക് അറിഞ്ഞുകൂടാ. ശമര്യക്കാരി അവളുടെ മതം പറഞ്ഞ സ്ഥലം, അവളുടെ മതം, ശമരിയ മതം, ആ മതം പറഞ്ഞ സ്ഥലത്ത് അവൾ ആരാധിച്ചു പോരുകയാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ മുതൽ ഈ മലയിൽ ഞങ്ങൾ ആരാധിച്ചു പോരുകയാണ്. എന്നാൽ പഴയ നിയമത്തിലെ സത്യ ആരാധന ഏതാണ്? അത് ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട്. യഹൂദന്മാരുടെ വിശ്വാസം സത്യ ആരാധന എവിടാണെന്നാണ്? യെരൂശലേമിൽ ആരാധിക്കണം എന്ന് നിങ്ങൾ പറയുന്നു. യെരൂശലേമിലാണ് ശരിക്കും ഉള്ള ആരാധന നടക്കേണ്ടത് എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ അത് വേഗം പറഞ്ഞു പോകാം. നമ്മുടെ ഈ വിഷയങ്ങൾ ഇങ്ങനെ ഇത് പഠിക്കാതിരിക്കാനും തരവില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് വേഗത്തിലാണെങ്കിലും പറഞ്ഞു പോകും. അടുത്ത് നോക്കട്ടെ. ഈ യെരൂശലേം ആരാധനയുടെ സ്ഥലമായി ദൈവം വേർതിരിച്ചു. 132 സങ്കീർത്തനത്തിന്റെ 13 വചനം ഒന്ന് വായിക്കാട്ടെ. യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. കണ്ടോ? ദൈവം എന്ത് ചെയ്തു? സിയോനെ തിരഞ്ഞെടുത്തു. സിയോനെ തിരഞ്ഞെടുക്കുക മാത്രമല്ല, അത് എന്താക്കി മാറ്റി? തന്റെ വാസസ്ഥലമാക്കി മാറ്റി വെച്ചു. അപ്പോൾ ദൈവം വസിക്കുന്ന, ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ് സിയോൻ അഥവാ യെരൂശലേം. ഇതിന്റെ പ്രാധാന്യം അവർ വളരെ വളരെ വില കൊടുത്ത് അവർ മനസ്സിലാക്കിയിരുന്നു. നമ്മൾ തുടർന്ന് ഈ യഹൂദന്മാര് ബാബിലോണിലേക്ക് പ്രവാസികളായി പോയ ആ സംഭവമൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഈ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങള് യെശയ്യാ പ്രവചനം 27-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വചനങ്ങൾ ഒന്ന് കുറിച്ചിട്ടുകൊള്ളുക. എന്നിട്ട് ഓരോ വചനങ്ങളും നോക്കിക്കൊള്ളുക. 27 യെശയ്യാവ് 27-ന്റെ 13, 64-ന്റെ 11, യിരെമ്യാവ് 7-ന്റെ 2. ഇനിയും അത് കഴിഞ്ഞെങ്കിൽ ഞാൻ ഈ പറയുന്ന യെഹെസ്കേൽ പ്രവചനം 46-47 അധ്യായങ്ങൾ. ഇതേതാണെന്നറിയാമോ? ഇത് നേരത്തെ ഉണ്ടായിരുന്ന യെരൂശലേം ദൈവാലയത്തെ കുറിച്ചല്ല യെഹെസ്കേൽ 46-47 അധ്യായങ്ങളിൽ പറയുന്നത്. ഭാവിയിൽ ഇസ്രായേലിന് യെരൂശലേമിൽ ഒരു ദൈവാലയം ഉണ്ടാകും. കേട്ടോ? ഇസ്രായേലിന് ഭാവിയിൽ യെരൂശലേമിൽ ഒരു ദൈവാലയം പണിയും, ദൈവാലയം ഉണ്ടാകും. രണ്ടായിട്ട് തിരിച്ചു പഠിക്കണം. മഹോപദ്രവ കാലഘട്ടത്തിൽ ഒരു ദൈവാലയം ഉണ്ടാകും. മഹോപദ്രവ കാലഘട്ടം കഴിഞ്ഞ് സഹസ്രാബ്ദ ഭൂമിയിലും ദൈവാലയം ഉണ്ടായിരിക്കും. ഇതൊക്കെ വിഷയം തിരിച്ചു പഠിക്കേണ്ടതാണ്. മഹോപദ്രവ കാലഘട്ടത്തിൽ മഹാപീഡന കാലത്തെ ദൈവാലയം ഒരു പക്ഷെങ്കിൽ ആന്റിക്രൈസ്റ്റ് പണിതു കൊടുക്കുന്നതാവാൻ സാധ്യതയുണ്ട്. ആ ദൈവാലയത്തിലാണ് അവൻ ദൈവമെന്ന് നടിച്ചു പ്രവേശിക്കുന്നതും തുടർന്ന് ദൈവത്തിന്റെ ആരാധന താൻ സ്വീകരിക്കാൻ ശ്രമിക്കുന്നതും ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിൽ ഹനനയാഗവും ഭോജനയാഗവും നിർത്തൽ ചെയ്യുന്നതും പീഡനകാലത്തെ ദൈവാലയത്തിലാണ്.
എന്നാൽ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു ആലയം ദൈവത്തിന് സഹസ്രാബ്ദ ഭൂമിയിൽ ഒരു ആലയം ഉണ്ടായിരിക്കും. യെഹെസ്കേൽ അത് പറഞ്ഞു 46, 47 അധ്യായങ്ങളിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന യഹൂദന്റെ ദൈവാലയത്തെ കുറിച്ച്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പോൾ ശമര്യക്കാരിയും യേശുക്രിസ്തുവും കൂടെയുള്ള സംഭാഷണത്തിൽ വിഷയീഭവിച്ചിരിക്കുന്നത് യഹൂദന്റെ ഭൂതകാല ദൈവാലയമാണ്. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന, കർത്താവിന്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ദൈവാലയം ഹേരോദാവ് പണിതുകൊടുത്ത ദൈവാലയമാണ്. 46 വർഷം കൊണ്ട് ഹേരോദാവ് പണിത ദൈവാലയമാണ് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യഹൂദന്മാർ ആരാധിക്കാൻ കൂടി വന്നിരുന്ന ദൈവാലയം. വർഷത്തിൽ അവർ ഉത്സവ സമയത്ത് ഈ ദൈവാലയത്തിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും അവർ ദൈവത്തെ ആരാധിക്കാൻ അവർ വരണമായിരുന്നു. അതവിടെ നിൽക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ ആ ദൈവാലയത്തെ കുറിച്ച് ഇവിടെ സൂചന നൽകുന്നുണ്ട്. നോക്കുക, ഒരു യഹൂദന്റെ അഭിമാന സ്തംഭമായിരുന്നു. കാരണം എന്താ? ദൈവത്തിന്റെ നാമം, ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ നാമം സ്ഥാപിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമായിട്ടാണ് ഒരു യഹൂദൻ ദൈവാലയത്തെ കാണുന്നത്. 2, ആ ദൈവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് ലോകത്തിൽ ഒരു ജാതിക്കും അനുഭവിക്കുവാൻ കഴിയാത്തതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദിവ്യമായ ഷെഖീന, തേജസ് എഴുന്നള്ളി വരുന്ന സ്ഥലമാണ് യഹൂദന്റെ ദൈവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലം. ലോകത്തിലെ ഒരു ജാതിക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത വിധത്തിലുള്ള ദൈവിക ആരാധനയുടെ സ്ഥലമായിരുന്നു ഈ യെരൂശലേം ദൈവാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, കർത്താവായ യേശുവിനോട് അവള് തന്നെ പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കുന്നു സത്യ ആരാധന നടക്കേണ്ട സ്ഥലം യെരൂശലേം ആണ്. ഇനി നിങ്ങള് ഒരു ഭാഗം കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. ഒരു യഹൂദൻ യെരൂശലേമിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം എത്രമാത്രം ആണ്. 137-ാം സങ്കീർത്തനം, ഞാനിത് പറഞ്ഞപ്പോൾ പലരുടെയും മനസ്സിൽ ഈ സങ്കീർത്തന ഭാഗം ഒരു പക്ഷേ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. 137-ാം സങ്കീർത്തനത്തിന്റെ യെരൂശലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലങ്കൈ മറന്നു പോകട്ടെ. യഹൂദൻ യെരൂശലേം ദൈവാലയത്തിന് കൊടുത്ത സ്ഥാനം കണ്ടോ? യെരൂശലേമേ, ഞാൻ നിന്നെ മറക്കുന്നെങ്കിൽ എന്റെ വലത് കൈ മറന്നു പോകട്ടെ. നോക്കണം, ഒരു യഹൂദൻ യെരൂശലേം ദൈവാലയത്തിനും യെരൂശലേമിനും കൊടുത്ത സ്ഥാനം തന്റെ വലങ്കൈയുടെ സ്ഥാനമാണ്. ഇനി 6-ാം വാക്യത്തിൽ പറയുന്നത്, യെരൂശലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എന്റെ നാവ് അണ്ണാക്കിനോടൊന്ന് പറ്റിപ്പോട്ടെ. കണ്ടോ? എവിടെയാണ് ആരാധിക്കേണ്ടത്? ആ ചോദ്യത്തിന് ഒരു യഹൂദന്റെ അന്ധകരണത്തിൽ നിന്ന്, അവന്റെ അമ്പരാത്മാവിൽ നിന്ന് അവൻ ജീവൻ കൊടുത്ത് അവന്റെ ഹൃദയ തുല്യം അവൻ സ്നേഹിക്കുന്ന സ്ഥലമാണ് യെരൂശലേം. അവിടെയാണ് ആരാധിക്കേണ്ടത് എന്ന് അവർ വിശ്വസിച്ചു. യെരൂശലേമിന്റെ നാള് ഓർക്കണമേ, യഹോവേ യെരൂശലേമിന്റെ നാൾ ഓർക്കണമേ. ഒടുവില് ആ സങ്കീർത്തനം അവസാനിക്കുമ്പോൾ രസകരമായ ഒരു സങ്കീർത്തനമാണ് കേട്ടോ.
ബാബേൽ പ്രവാസത്തിൽ ഇരിക്കുന്ന യഹൂദന്മാരോട് ബാബേൽക്കാർ വന്ന് നിങ്ങളുടെ ഗീതങ്ങളിൽ ഒന്ന് പാടുവീൻ, സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാടുവീൻ എന്നാവശ്യപ്പെട്ടപ്പോൾ അവര് പറയുന്ന ഹൃദയവലിയോടുകൂടെ അവർ പറയുന്ന വാക്കുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യഹോവയുടെ ഗീതം ഞങ്ങൾ അന്യദേശത്ത് പാടുന്നത് എങ്ങനെയാണ്? എന്നിട്ട് കിന്നരം ഉപയോഗിച്ചാണ് പാട്ട് പാടേണ്ടത്. ആ കിന്നരം അലരിവൃക്ഷത്തിൽ തൂക്കിയിട്ടവര്, എന്നിട്ട് ആ കിന്നരം ഉപയോഗിക്കാതെ അവര് പാടുകയാണ്. ഏറ്റവും ഒടുവിൽ അലമുറയോടും ശാപത്തോടും കൂടെ, പ്രാക്കോടും ശാപത്തോടും കൂടെ ഒരു പാട്ട് പാടി അവസാനിപ്പിക്കുന്നതാണ് കാണുന്നത്. നാശമെടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാനാണ്. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാനാണ്. നോക്കണം, അന്യദേശത്തിരിക്കുന്ന ഒരു യഹൂദന്റെ യെരൂശലേമിനെ കുറിച്ചുള്ള ഹൃദയവിധിയും വ്യഥയും വാഞ്ചയുമാണ് ഈ സങ്കീർത്തനത്തിൽ കാണുന്നത്. അപ്പോൾ അവർ വ്യക്തമായിട്ടും വിശ്വസിച്ചു, ഒരു സത്യ ആരാധകൻ ആരാധിക്കേണ്ട സ്ഥലം, ദ പ്ലേസ് ഓഫ് വർഷിപ്പ്, ആരാധിക്കേണ്ട സ്ഥലം യെരൂശലേമിലാണ് എന്ന്. എന്നാൽ ഈ സ്ത്രീ പറഞ്ഞ പഴയ വ്യാജാരാധനയും അവളിൽ നിന്ന് തന്നെ വന്ന യഹൂദന്മാരുടെ പഴയ നിയമ സത്യാരാധനയും രണ്ടും കൂടെ താരതമ്യം ചെയ്തിട്ട് കർത്താവായ യേശു ക്രിസ്തു ആരാധിക്കേണ്ട സ്ഥലം ഏതാണ് എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. കർത്താവ് ആരാധിക്കേണ്ട സ്ഥലം ഏത്? വാക്യം 21. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഏതാ ശരിക്കുള്ള ആരാധന? ഈ മലയിലുമല്ല. സാറേ, ശരിക്കുള്ള ആരാധന ഏതാ? ഈ മലയിലുമല്ല. പിന്നെ ആരാധന, ഞങ്ങളുടെ പള്ളിയിലോട്ട് ചെന്ന് അവിടെ ഒന്ന് ആരാധിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല, അല്ലേ? എവിടെ ആരാധിക്കേണ്ടത്? ആ മണിയടിയും ചേങ്ങല പിന്നെ ചലിപ്പിക്കുന്ന അതിന്റെ ശബ്ദവും പിന്നീട് ആ മദ്ബഹായിലൊക്കെ നിന്നോണ്ട്, അല്ലേ, ഈ കാണുന്നത് തന്നെ എന്തോ ഒരു മാത്രം. ഞാൻ കളിയാക്കുകയാണെന്ന് വിചാരിക്കരുതേ, പരിഹസിക്കുകയാണെന്ന് വിചാരിക്കരുതേ. ഇതാണോ ആരാധന? ആരാധിക്കുന്ന സ്ഥലം യേശുക്രിസ്തു പറഞ്ഞു, നീ ആരാധിക്കുന്ന ഗരിശീം മലയിലും ഞങ്ങളുടെ, അഥവാ യേശു പറഞ്ഞു, യേശു ഒരു യഹൂദനാണ്, ഞങ്ങളുടെ ആളുകൾ നമസ്കരിക്കുന്ന അഥവാ ആരാധിക്കുന്ന യെരൂശലേമിലും അല്ല ആരാധിക്കേണ്ടത്. ചുരുക്കത്തിൽ കർത്താവായ യേശു ക്രിസ്തു വ്യക്തമാക്കുന്നത് ആരാധനയുടെ സ്ഥലമല്ല പ്രധാനം. ആരാധിക്കുന്ന സ്ഥലമല്ല പ്രധാനം, ആരാധിക്കുന്ന വ്യക്തിയാണ് പ്രധാനം. ഇവിടെയാണ് പുതിയ നിയമ സത്യം യേശുക്രിസ്തു വ്യക്തമാക്കുന്നത്. ശമരിയന്റെ പഴയ വ്യാജാരാധനയും യഹൂദന്റെ പഴയ സത്യാരാധനയെന്ന് വിശേഷിപ്പിക്കുന്ന ആരാധനയും കർത്താവായ യേശുക്രിസ്തു കാറ്റിൽ പറത്തിക്കൊണ്ട് പറയുകയാണ്, ഇത് രണ്ടുമല്ല. ദൈവം ഇച്ഛിക്കുന്ന ആരാധന,
ദൈവം ഇഷ്ടിക്കുന്ന ആരാധന ഏതാ? കർത്താവായ യേശു ക്രിസ്തു ഈ സ്ത്രീ പറഞ്ഞല്ലോ, നിങ്ങള് യെരൂശലേമിൽ ആരാധിക്കേണ്ട സ്ഥലം യെരൂശലേമാണെന്ന് പറയുന്നത് കർത്താവിനോടാ പറയുന്നത്. കർത്താവ് അതിനെ നിഷേധിക്കുന്നൊന്നുമില്ല. കർത്താവ് പറഞ്ഞു, കർത്താവ് സമ്മതിച്ചു കൊടുക്കുക, നീ പറഞ്ഞു ശരിയാണെന്നുള്ള ആ മട്ടിലാണ് കർത്താവ് ആ പ്രസ്താവനയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇനി നോക്കണേ, ഈ യെരൂശലേം ദൈവാലയത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞ എന്താ കർത്താവ് പറഞ്ഞത്? 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചില്ലേ? എന്താ ദൈവാലയം? എന്താണ്? പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ട സ്ഥലമാണ്. ദൈവാലയം ആരാധനയുടെ സ്ഥലമാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു, വാണിഭശാലയാക്കി മാറ്റി. എന്റെ സഹോദരങ്ങളെ, ദയവായിട്ട് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കണേ. ആരും ലീവ് ചെയ്യല്ലേ. എല്ലാവരും ഇവിടെ കാണണം, ശ്രദ്ധിക്കണം. ഇന്ന് കാശുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലവും ഏറ്റവും നല്ല മേഖലയും ഏതാ? വാണിഭശാല എന്ന് പറഞ്ഞാൽ എന്താ? കച്ചവട കേന്ദ്രം. ഇത് നമ്മളാരും പറയുന്നതല്ല, ഞാനോ ജോസാറോ ഷൈജൻ ബ്രദറോ പറയുന്നതല്ല. പിന്നെ ഇത് തമ്പുരാൻ കർത്താവ് പറഞ്ഞ വാക്കാണ്. നിങ്ങൾ അതിനെ വാണിഭശാലയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനിയും കർത്താവ് തൻ്റെ ഐഹിക ജീവിതത്തിന്റെ അവസാന കാലത്ത് കർത്താവിനെ ഈ ദൈവാലയത്തിന്റെ മഹത്വം ശിഷ്യന്മാര് കാണിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തുണ്ട്. കർത്താവിനെ വിളിച്ചിട്ട് പറയാ, കണ്ടോ, അയ്യോ എത്ര മനോഹരമാണ് ഈ ദൈവാലയം, ഇതിന്റെ കല്ലുകൾ കണ്ടോ, എത്ര മനോഹരമായിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. കർത്താവ് പറയും, ഇവിടെ അല്ല ആരാധന. കർത്താവ് വ്യക്തമാക്കുകയാണ്. എന്താ? ഇതിങ്കൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം വരുന്നു. അവിടാണോ ആരാധിക്കേണ്ടത്? ഇതിങ്കൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം. ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ഒയ്യോ, വലിയ ന്യായവിധിയാണ് നടന്നത്. AD 70-ലാണ് നടന്നത്. ടൈറ്റസ് കൈസറാണ് അത് ചെയ്തത്. യെരൂശലേം ദൈവാലയത്തെ നശിപ്പിച്ചത്. ഇന്നും യഹൂദന് ദൈവാലയം ഇല്ല. എല്ലാം സംഘടിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, പോയിട്ടുള്ളവർക്കറിയാം. സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നും അവർക്ക് ആരാധനയില്ല, ദൈവാലയമില്ല, യാഗമില്ല, പുരോഹിതനില്ല. കേട്ടോ? ഒരു ജാതിക്ക് വന്ന വലിയ ന്യായവിധി നോക്കണം. ഇതിങ്കൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കയില്ല. ഇത് ഈ പോംബി എന്ന് പറഞ്ഞ ഒരു ടൈറ്റസ് കൈസറിന്റെ സൈന്യാധിപനാണ് ഇതിന് നേരെ തീപ്പന്തം വലിച്ചെറിഞ്ഞതും ഈ ദൈവാലയം തീക്കിരയായി. അപ്പം വിലയേറിയ രത്നങ്ങൾ കൊണ്ട്, വിലമതിക്കാൻ കഴിയാത്ത വിലയേറിയ രത്നങ്ങൾ കൊണ്ട് പണിത ദൈവാലയമാണ്. ഇതെല്ലാം കൂടെ ഉരുകി ഒലിച്ച് ഇതിന്റെ കല്ലിന്റെ ഇടയിലൂടെ അടിസ്ഥാനത്തിലേക്ക് ഇറങ്ങി. എന്ന് പറഞ്ഞാൽ മൂലക്കല്ലിന് താഴേക്ക് ഈ വിലയേറിയ ഈ രത്നങ്ങളെല്ലാം കൂടെ ഉരുകി ഒലിച്ചു പോയി. ഇതെടുക്കാൻ വേണ്ടി ടൈറ്റസ് കൈസർ എന്ത് ചെയ്യുന്നറിയാമോ? ഒടുവിലത്തെ കല്ല് വരെ ഇളക്കി മാറ്റിയിട്ടാണ് ആ രത്നങ്ങൾ എടുത്തത്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, ഒരു കല്ലിന്റെ പുറത്ത് മറ്റൊരു കല്ല് ശേഷിക്കാതെ ഇതിടിഞ്ഞു പോകുന്ന കാലം വരുന്നു. കണ്ടോ? ഇന്ന് യഹൂദനെ ഇവിടെ ആരാധിക്കുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ആരാധന നിലച്ചു പോയില്ല. സത്യ ആരാധന ഇന്നും തുടരുകയാണ്.
അത് ഗെരിശീം മലയിലുമല്ല, യെരൂശലേമിലുമല്ല. സത്യ നമസ്കാരികൾ ഈ 21-ാം നൂറ്റാണ്ടിലും കർത്താവിനെ ആരാധിക്കുകയാണ്. കേട്ടോ, ഇതാണ് സത്യ ആരാധന. യഥാർത്ഥ ആരാധന എവിടെയാണ്? ഞാന് 2 വചനങ്ങൾ പുതിയ നിയമ അടിസ്ഥാനത്തിൽ ഉദ്ധരിച്ച് മുന്നോട്ട് പോവുക. ഏതാണ് ആരാധിക്കേണ്ട സ്ഥലം? എവിടെയാണ്? ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. അതൊരു വേറൊരു കോണ്ടെക്സ്റ്റിലാണ് ആ വചനം പറഞ്ഞിരിക്കുന്നതെങ്കിലും 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഏതാണ് ആരാധനാ സ്ഥലം? ദൈവ സാന്നിധ്യം എവിടെ ഉണ്ടോ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. ചുവന്ന മഷിക്ക് അടിവരയിട്ട് എഴുതി വെച്ചോളുക. കർത്താവിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെയെല്ലാം ദൈവമക്കൾക്ക് ആരാധിക്കാൻ സാധിക്കും. അതിന് എത്ര പേര് വേണം? 2-3 പേര്. അവർക്കൊരു ഗുണമുണ്ടായിരിക്കണം. എന്താ? അവർ ദൈവത്തിന്റെ മക്കളായിരിക്കണം. 2, അവർ സത്യ ആരാധനക്കാരായിരിക്കണം. 3, അവർ കൂടി വരേണ്ടത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കണം. കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ മക്കൾ, സത്യ ആരാധകർ കൂടി വരുന്ന സ്ഥലത്താണ് എവിടെ ആരാധിക്കണം? ആ സ്ഥലത്താണ് എന്ത് ചെയ്യേണ്ടത്? ആരാധിക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ഇതാണ് വേദപുസ്തകം പ്രകാശിപ്പിക്കുന്ന സത്യ ആരാധനയുടെ ഇടം, സത്യ ആരാധനയുടെ സ്ഥലം. 2-ാമത്തെ വചനം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ആരംഭിക്കുകയാണ്. അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ആരാധന എന്താണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കൂടെ ഉണ്ട് ഇവിടെ. കേട്ടോ, ശരിക്കുമുള്ള ആരാധന ഇതാണ്. എന്താ? ഒരിടത്ത് പോയി നിന്ന് കുറെ നേരം നിന്ന് കുറെ കാര്യങ്ങളൊക്കെ അധരം കൊണ്ട് പറയുന്നതാണോ ആരാധന? ഇത് നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ച കാര്യമാണ്. ഈ ജനം വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു, അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം എന്നെ വിട്ട് ദൂരത്തായിരിക്കും. നമുക്കത് പിന്നീട് വേറെ വിഷയത്തോട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടി വരും. എന്നിട്ട് കർത്താവ് ആ ആരാധനയുടെ തെറ്റായ കാര്യം വ്യക്തമാക്കിയത് ഉൾക്കൊണ്ടുകൊണ്ട് ധന്യനായ പൗലോസിലൂടെ ദൈവാത്മാവ് വ്യക്തമാക്കുകയാണ് ആരാധന എവിടെയാണ് ആരാധിക്കേണ്ടത്. ആത്മാവ് നിറഞ്ഞവരായി ആരാധനയ്ക്കകത്ത് ആരാധിക്കുന്നവർ ആത്മാവ് നിറഞ്ഞ് ആരാധിക്കും. ആത്മനിറവാണ് ആരാധനയുടെ മാനദണ്ഡം. കേട്ടോ, ആത്മനിറവാണ് ആരാധനയുടെ മാനദണ്ഡം. ഇവിടെ പറയുന്നുണ്ടത് യോഹന്നാൻ 4-ലുണ്ട്. ആത്മാവ് നിറഞ്ഞവരായി. പിന്നെ ആരാധനയിൽ സങ്കീർത്തനങ്ങളുണ്ട്, സ്തുതികളുണ്ട്, ആത്മീക ഗീതങ്ങളുണ്ട്, തമ്മിൽ സംസാരിക്കലുണ്ട്. പിന്നെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന്
പാടുന്നുണ്ട്, കീർത്തനം ചെയ്യുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് സ്തോത്രം ചെയ്യുന്നവനാണ്. എപ്പോഴും സ്തോത്രം ചെയ്യുന്നതാണ് യഥാർത്ഥ ആരാധന. ഇവിടെ എവിടെയാണ് ആരാധിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഈ ഭാഗത്ത് നിന്ന് ഒരു വാക്ക് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എവിടെ ആരാധിക്കണം എന്ന ചോദ്യത്തിന് നമ്മുടെ കർത്താവ് പറഞ്ഞ മറുപടി നമ്മൾ കണ്ടു. കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്ന ദൈവസാന്നിധ്യമുള്ള സ്ഥലത്തെല്ലാം നമുക്ക് ആരാധിക്കാം. രണ്ടാമത്, ഈ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ശരിക്കുമുള്ള ആരാധന സ്ഥലം ഒരു ഭക്തന്റെ, ഒരു ഭക്തയുടെ ഹൃദയമാണ്. അവിടെ നിന്നാണ് ആരാധന ഉയരേണ്ടത്. അവിടെ നിന്നുയരുന്ന ആരാധനയിലാണ് സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഞാൻ ഇതിൽ കൂടുതൽ ശക്തമായിട്ട് കാര്യങ്ങൾ പറയാൻ നിവർത്തിയില്ല. പുതിയ നിയമ വ്യവസ്ഥ ചെയ്യുന്ന സത്യ ആരാധനയുടെ ഇടം, സ്ഥലം ഏതാണ് എന്ന് നമ്മൾ കാണുകയാണ്. മൂന്നാമത്, ആരെയാണ് ആരാധിക്കേണ്ടത്? Whom does one worship? ഒരു വ്യക്തി ആരെയാണ് ഒരു വ്യക്തി ആരാധിക്കേണ്ടത്? ഒരു വ്യക്തി ആരാധിക്കേണ്ടത് ആരെയാണ്? ഈ ചോദ്യത്തിന് നമ്മളിപ്പോ ചിന്തിച്ചതുപോലെ 3 വിധത്തിൽ തന്നെ നമ്മൾക്ക് ചിന്തിക്കാം. ഒന്ന്, പഴയ വ്യാജാരാധന എന്ന് പറഞ്ഞാൽ ശമരിയ സ്ത്രീയുടെ ഉൾപ്പെടെയുള്ള പഴയ വ്യാജ ആരാധന, ഫോൾസ് വർഷിപ്പ്. അത് കർത്താവ് വ്യക്തമാക്കുന്നത്. കർത്താവ് അത് വ്യക്തമാക്കുകയാണ്. 22-ാം വാക്യം നോക്കിക്കാട്ടെ. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളും അറിയുന്നതിനെ നമസ്കരിക്കുന്നു. നിങ്ങളുടെ ആരാധനയുടെ പ്രശ്നം എന്താണെന്നറിയാവോ? കർത്താവ് പറയുകയാണ്, ശമരിയ സ്ത്രീയോട് പറയുകയാണ്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. എന്റെ ദൈവമേ, ഈ ക്ലാസ് ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ ഏതെങ്കിലും വിധത്തിൽ കുറ്റം പറയാൻ പറ്റുമോ? ഈ നമ്പർ നോക്കിയിട്ട്, ക്ലാസിന്റെ നമ്പർ നോക്കിയിട്ട് ചിലർ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇത്രയൊക്കെയാണോ ഒരു ക്ലാസ് പഠിപ്പിക്കുന്നതാണ്, ഇത്രയൊക്കെ നീണ്ടുപോകുന്നത്? ഇതൊക്കെ ഒരുപാട് നീണ്ട ക്ലാസ്. എന്താ ആരാധിക്കേണ്ടത്? ആരെ? യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. സങ്കീർത്തനങ്ങളുടെയും പ്രവചന പുസ്തകങ്ങളുടെയും അടിസ്ഥാനത്തിൽ സത്യങ്ങൾ അറിയാത്ത ഇവർക്ക് ആരാധനയുടെ യഥാർത്ഥ വെളിപാട് അവർക്ക് കിട്ടിയിട്ടില്ല. ശമരിയക്കാർക്ക് അവർക്ക് കിട്ടിയ മങ്ങിയ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ അവർ വാസ്തവത്തിൽ സത്യ ദൈവത്തെ യഥാർത്ഥമായി അറിയാതെ, യഹോവയായ ദൈവത്തെയാണ്, പക്ഷേ ആ സത്യ ദൈവത്തിന്റെ യഥാർത്ഥ വെളിപാട് അവർക്ക് ലഭിച്ചിട്ടില്ല. ആ ദൈവത്തെ അറിയാതെയാണ് അവർ ആരാധിക്കുന്നത്. യഥാർത്ഥമായി ദൈവത്തെ അറിയാതെയുള്ള ആരാധനയാണ്. നിങ്ങളോ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ആരാധിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം
ആരാധനയെ സംബന്ധിച്ചുള്ള വിജാതീയ അവസ്ഥ വ്യക്തമാക്കുന്ന ഒരു മഹത്തായ വേദഭാഗമാണ്. ഏറ്റവും പ്രസക്തമായ ഒരു വേദഭാഗമാണ്. 1-ാം അധ്യായം അതിന്റെ 19 മുതലുള്ള വാക്യങ്ങളാണ്. ദൈവത്തെ കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. പക്ഷേ ഞാനങ്ങ് പറഞ്ഞു പോട്ടെ, സമയലാഭത്തിന് വേണ്ടിയാ. ദൈവത്തിന്റെ പ്രാപഞ്ചിക വെളിപ്പാട് കേട്ടോ ലോകത്തിലെ എല്ലാ ജാതികൾക്കും ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രാപഞ്ചിക വെളിപ്പാട്, ദൈവത്തിന്റെ ജനറൽ വെളിപാട്, ദൈവത്തിന്റെ പൊതുവായ വെളിപാട്, പ്രാപഞ്ചിക വെളിപാട്, പൊതുവായ വെളിപാട്. ഇത് രണ്ടും കണ്ണുള്ള മനുഷ്യന്, കേൾവിയുള്ള മനുഷ്യന്, ബുദ്ധിയുള്ള മനുഷ്യന് കണ്ടോ, ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. 19-ാം വാക്യം. ബുദ്ധിയുള്ള മനുഷ്യന് ദൈവത്തെ ആരാധിക്കാൻ ഈ പ്രപഞ്ചത്തിൽ തന്നെ ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വവും ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്തു? 21-ാം വാക്യം. ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കുകയോ മഹത്വീകരിക്കുകയോ ചെയ്യാതെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞ് അവർ മൂഢനായിപ്പോയി. 23-ാം വാക്യം. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ എന്തോ ചെയ്തു? ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി. മനുഷ്യൻ, പക്ഷിയുണ്ട്, നാൽക്കാലിയുണ്ട്, ഇഴജാതിയുണ്ട്. ഇഴജാതി പാമ്പുണ്ട്, പിന്നെ കുതിരയുണ്ട്, കുന്തമുണ്ട്, മനുഷ്യനുണ്ട്. ഇല്ലേ? അതിന്റെ മുകളിലൊരു ഇരിപ്പുണ്ട്. അതിന്റെ മുമ്പിൽ ചെന്നാണ് എന്ത് ചെയ്യുന്നത്? മുകളിലിരിക്കുന്ന ആളിന് കിട്ടുന്ന കൂട്ടത്തിൽ ആർക്കൊക്കെ കിട്ടുന്നുണ്ട്? പാമ്പിന് വരെ കിട്ടുന്നു. പാമ്പിന് വരെ, ദൈവത്തിന്റെ ശത്രുവായ പിശാചിന് വരെ. കേട്ടോ? നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു ശമര്യരെ നോക്കി, എന്റെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഈ വ്യർത്ഥമായ ആരാധന നിർത്ത്. യഥാർത്ഥ ആരാധന അറിഞ്ഞാരാധിക്കണം. ആരെയാണ് ഞാൻ ആരാധിക്കേണ്ടത് എന്ന് വ്യക്തമായി അറിഞ്ഞാരാധിക്കണം. കർത്താവ് അടുത്തു പറയുകയാണ്, ഞങ്ങൾ ആരാധിക്കുമ്പോഴ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആരാധിക്കണം. ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കും. നമസ്കരിക്കുന്നു എന്നുള്ളിടത്തെല്ലാം ആരാധന എന്നുള്ള വാക്ക് ചേർത്ത് തന്നെ നമ്മൾ പഠിക്കണം. ഞങ്ങൾ അറിയുന്നതിനെയാണ് ആരാധിക്കുന്നത്. ഞങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 22-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, എന്താ? ദൈവ സേവയിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്നതിൽ ഞാൻ എരിവുള്ളവനായിരുന്നു. കാരണം ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന, പഠിപ്പിച്ചു തന്ന ന്യായപ്രമാണ പുസ്തകത്തിലും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും ഞങ്ങൾ കണ്ട ജീവനുള്ള ഒരു സത്യ ദൈവം, യഥാർത്ഥ ദൈവമുണ്ട്. ആ ദൈവത്തെ എരിവോടെ സേവിച്ചവനാണ് ഞാൻ. പൗലോസ് പറയുക. ഇനി നോക്കുക, റോമാലേഖനം 9-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം ഒന്ന് നോക്കിയിട്ട് പോകാം. റോമാലേഖനം
9-ാം അധ്യായത്തിന് 4-5 വചനങ്ങൾ. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. കണ്ടോ, ആരാധനയുള്ളത് ആർക്കാ? ആർക്കാ ആരാധനയുള്ളത്? അവർ ഇസ്രായേലിയർ, അവർക്കാണ് ആരാധനയുള്ളത്. അവരുടെ ആരാധനയാണ് ശരി. യേശുക്രിസ്തു പറയുകയാണ് പുത്രത്വം അവർക്കുള്ളതാണ്. പുത്രന്മാർ എന്ന നിലയിൽ ദൈവത്തെ ആരാധിക്കുവാൻ അവകാശമുള്ളത് ഞങ്ങൾക്കും ഞങ്ങളുടെ പിതാക്കന്മാർക്കുമാണ്. യഹൂദന്മാർക്കാണ് ദൈവത്തെ ആരാധിക്കുവാനുള്ള. അവർ ഇസ്രായേല്യർ, അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ അവകാശമുണ്ട്. എന്നാൽ കർത്താവിന് സ്തോത്രം, ഇത് രണ്ടും കർത്താവ് പെട്ടെന്ന് തന്നെ പൊളിച്ചു. ഇത് പറഞ്ഞേച്ച് കർത്താവ് ഇത് രണ്ടും പൊളിക്കുകയാണ്. ശ്രദ്ധിച്ചോ? എന്താ? നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെയാണ് കർത്താവ് റെപ്രസെന്റ് ചെയ്തത്. ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞേച്ച് കർത്താവ് തൊട്ടടുത്ത് പറയുകയാണ് ട്രൂ വർഷിപ്പ്, യഥാർത്ഥ സത്യ ആരാധന, നമസ്കാരിക്കൽ, പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന. സ്തോത്രം. വ്യക്തമായിട്ട് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആരെയാണ് ആരാധിക്കേണ്ടത്. എൻ്റെ പിതാവിനെ ആരാധിക്കണം, എന്നെ ആരാധിക്കണം. ഞാന് ഇവിടെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കേണ്ട സമയമാകുന്നല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ ഒരു ചെറിയ വിരാമം കൊടുത്തേ പറ്റുള്ളൂ. ഞാനതൊന്ന് ഒന്ന് ചെറിയ തോതിൽ ഒന്ന് പറയാം. ഒരു യഹൂദൻ ആരാധിക്കുമ്പോൾ, അഥവാ ഒരു ഇസ്രായേലിനെ ആരാധിക്കുമ്പോൾ, ശമര്യനെ വിട്, അവരുടെ ആരാധന തെറ്റാണ്, അറിയാത്തതിനെയാണ് അവരാരാധന. എന്നാൽ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു ഇസ്രായേല്യന്റെ ആരാധനയും സമ്പൂർണമായി ദൈവപ്രസാദമുള്ള ആരാധന അല്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അതിന്റെ കാരണം കർത്താവ് വ്യക്തമാക്കുകയാണ്. എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. ആ ദൈവത്തെയാണ്, ആ പിതാവിനെയാണ് ആരാധിക്കേണ്ടത്. ഇവിടെ പിതാവെന്നുള്ള കാര്യം അവർ അംഗീകരിക്കുന്നുണ്ട്, ആ ദൈവത്തിന്റെ കാര്യം അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അവരംഗീകരിക്കാത്ത ഒരു പ്രയോഗം അവിടെയുണ്ട്. എൻ്റെ പിതാവ്, എൻ്റെ ദൈവം. സത്യ ആരാധന, സ്തോത്രം. യേശുക്രിസ്തുവിനെ കൂടാതെ പിതാവിനെ ആരാധിക്കുന്ന ആരാധന ഒരിക്കലും ദൈവം അംഗീകരിക്കുന്നതല്ല. ആരാധനയിൽ പിതാവിനുള്ളതുപോലെ തന്നെ സ്ഥാനം. സ്തോത്രം, സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു എനിക്കുമാണ്. എൻ്റെ ദൈവത്തെ ആരാധിക്കണം, എൻ്റെ പിതാവിനെ ആരാധിക്കണം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലും ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലും ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താ? അബ്ബാ, പിതാവേ. ഞാൻ ഇന്ന് രാത്രിയിൽ ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. പിതാവായ ദൈവത്തെ എൻ്റെ അപ്പച്ച എന്ന് വിളിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ പിതാവേ എന്ന് വിളിക്കാൻ. അബ്ബ എന്ന് പറഞ്ഞാൽ അപ്പച്ച എന്നാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. യേശുക്രിസ്തു പിതാവിനെ വിളിച്ച പ്രയോഗമാണ് അബ്ബ എന്നുള്ളത്. അതേ പ്രയോഗത്തിൽ പിതാവിനെ വിളിക്കാൻ നമ്മൾക്ക് അധികാരം ലഭിച്ചത് എങ്ങനെയാണ്? അവകാശം ലഭിച്ചത് എങ്ങനെയാണ്? യേശു ക്രിസ്തു മുഖാന്തരമാണ്. അപ്പോൾ ആരാധനയിലെ മുഖ്യ ഘടകം ക്രിസ്തു മുഖാന്തരമുള്ള
ആരാധനയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം സ്വീകരിക്കുന്ന സത്യ ആരാധന. യേശുക്രിസ്തുവിനെ ഒഴിവാക്കിയുള്ള ഒരാരാധനയും സ്തോത്രം ദൈവം അംഗീകരിക്കുന്ന ആരാധന. ഞാനിപ്പോൾ സമയമായതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിൽ യോഹന്നാൻ ഉറക്കം നിലവിളിക്കുന്ന ഒരു രംഗമുണ്ട്. എന്താണെന്നറിയാമോ? ആ സാഹചര്യം നിങ്ങൾ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് വായിച്ച് കിടക്കുന്നതല്ല. മുദ്രയിട്ട ഒരു പുസ്തകമാണ്. 7 മുദ്രയുണ്ട്. എന്നാൽ ആ പുസ്തകം വാങ്ങാനും ആ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായ ആരെയും കണ്ടില്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം വാങ്ങാനും ആ മുദ്ര പൊട്ടിക്കാനും യോഗ്യരായി ആരെയും കണ്ടില്ല. യോഹന്നാൻ അത് നിമിത്തം ഉറക്ക നിലവിളിച്ചു. എന്നാൽ ആ പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായ ഒരുത്തൻ അവിടെ രംഗപ്രവേശനം ചെയ്യുന്നു. ആരാണ്? അറുക്കപ്പെട്ട കുഞ്ഞാട്. ഞാൻ സ്തോത്രം ചെയ്ത് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പറയട്ടെ, ആ ഭാഗത്ത് പുസ്തകം വാങ്ങാൻ യോഗ്യൻ യേശുക്രിസ്തുവാണ്. അതിന്റെ മുദ്ര പൊട്ടിക്കുവാൻ യോഗ്യൻ യേശുക്രിസ്തുവാണ്. എന്നാൽ അതിന്റെ 9-12 വാക്യങ്ങൾ നോക്കി. പുസ്തകം വാങ്ങാനും മുദ്ര പൊട്ടിക്കുവാനും മാത്രമല്ല എന്റെ കർത്താവ് യോഗ്യൻ. കുഞ്ഞാടേ, നീ യോഗ്യനാണ്. എന്താ കാര്യം? നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവകുഞ്ഞാടായ യേശുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആ കുഞ്ഞാടിന്റെ മുമ്പിൽ കമഴ്ന്നടിച്ചു വീണ് തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ട് ആ കുഞ്ഞാടിന് ആരാധന അർപ്പിക്കുന്നതാണ് വെളിപാട് പുസ്തകം 4-5 അധ്യായത്തിലെ ആരാധന. അപ്പോൾ സത്യ നമസ്കാരികൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആരാധിക്കുവാൻ ബാധ്യസ്ഥരാണ്. ആരെയാണ് ആരാധിക്കേണ്ടത്? ത്രിയേക ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. കർത്താവിന് സ്തോത്രം. നമ്മൾ ഇന്ന് ആരാധനയെ കുറിച്ച് ചിന്തിച്ച ആ കാര്യങ്ങൾ, ആരാണ് ആരാധിക്കേണ്ടത്, എവിടെയാണ് ആരാധിക്കേണ്ടത്, ആരെയാണ് ആരാധിക്കേണ്ടത്, ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പരിമിതമായിട്ടെങ്കിലും ചിന്തിക്കുവാൻ നമ്മൾക്ക് സാധിച്ചു. ഈ ചിന്തിച്ച ആത്മീയ സത്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെയും ആരാധനയും ക്രമീകരിക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.